ഹലോ ഗായ്സ്, നമ്മളിന്ന് ഡ്രോൺ മോട്ടർ കൊണ്ട് സബ്മേഴ്സിബിൾ വാട്ടർ പമ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ 2 സിറിഞ്ച് മേടിച്ചിട്ടുണ്ട്. 10 ml കപ്പാസിറ്റിയുള്ള സിറിഞ്ചാണിത്. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് സിറിഞ്ചിൻ്റെ ഹബ്ബ് കട്ട് ചെയ്ത് മാറ്റണം. കണ്ടോ ഗായ്സ്, ഹബ്ബ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി പ്ലഞ്ചർ സിറിഞ്ചിൻ്റെ അകത്തുനിന്ന് ഊരിയെടുക്കണം. അതിനുശേഷം അതിൻ്റെ വാഷർ ഊരിയെടുക്കുക. പ്ലഞ്ചറിൻ്റെ സെൻട്രലായിട്ട് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഈ ഹോളിൻ്റെ അകത്താണ് നമ്മൾ ഡ്രോൺ മോട്ടർ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഗായ്സ്, നമ്മൾ ഹോൾ ഇടാൻ ശ്രമിച്ചു. പ്ലഞ്ചറിന് ഇത്തിരി നീളം കൂടിയതുകൊണ്ട് നമുക്ക് ഹോൾ പ്രോപ്പറായിട്ട് ഇടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആദ്യം പ്ലഞ്ചറിൻ്റെ ലെങ്ത്ത് കുറച്ച് കട്ട് ചെയ്ത് കളയാം. ഗായ്സ്, പ്ലഞ്ചർ കട്ട് ചെയ്ത് നീളം കുറച്ചിട്ടുണ്ട്. ഇനി ഹോള് നമുക്ക് കുറച്ച് വലുതാക്കണം, എന്നാലാണ് കറക്റ്റായിട്ട് ഡ്രോൺ മോട്ടർ അതിൻ്റെ അകത്ത് ഇരിക്കുകയുള്ളൂ. ഗൈസ്, ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഡ്രോൺ മോട്ടർ അതിൻ്റെ അകത്തേക്ക് സെറ്റ് ചെയ്യണം. നമ്മൾ 3 വാട്ടിൻ്റെ ഡ്രോൺ മോട്ടറാണ് എടുത്തേക്കുന്നത്. കേട്ടോ ഗൈസ്, നമ്മൾ ഡ്രോൺ മോട്ടർ അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് പശ ഒഴിച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഇനി നമ്മൾ ആദ്യം ഊരിയെടുത്ത വാഷറിൻ്റെ സെൻട്രലായിട്ടൊരു ഹോൾ ഇടണം. ഈ ഹോളിൻ്റെ അകത്തോടി വേണം മോട്ടറിൻ്റെ ഷാഫ്റ്റ് കടത്തിയെടുക്കാനായിട്ട്. കണ്ടോ ഗൈസ്, ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഷർ തിരിച്ച് സെറ്റ് ചെയ്യാം. കണ്ടോ ഗൈസ്, ഷാഫ്റ്റ് കൃത്യമായിട്ട് വാഷറിൻ്റെ ഉള്ളിൽ കൂടി കടന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സിറിഞ്ച് എടുക്കാം. ആദ്യത്തെ പോലെ തന്നെ വാഷർ ഊരിയെടുക്കുക. ഈ സിറിഞ്ചിൻ്റെ പ്ലഞ്ചർ നമ്മൾ ഉപയോഗിക്കുന്നത് ലീഫ് ഉണ്ടാക്കാനാണ്. അതിനായിട്ട് ആദ്യം ഇതേപോലെ ഫ്രണ്ട് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഇത്രയും വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ആ തരിതരിപ്പ് ഇതുപോലെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഉരച്ച് കളയുക. എന്നിട്ട് നമുക്കതിൻ്റെ സെൻട്രലായിട്ട് എന്ത് ചെയ്യണം, ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ഈ ഹോൾ ഇട്ട് കൊടുക്കുന്ന ഷാഫ്റ്റിലേക്ക് പിടിപ്പിക്കാനാണ്. ഗൈസ്, ലീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പശ ഉപയോഗിച്ച് ലീഫ് ഡ്രോൺ മോട്ടറിലേക്ക് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി അടുത്തത് നമുക്ക് സിറിഞ്ചിൻ്റെ ബാരലിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ അകത്താണ് കേട്ടോ ഗൈസ് നമ്മൾ ഡ്രോൺ മോട്ടർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്ത ബാരലിൽ 2 ഹോൾ ഇട്ട് കൊടുക്കണം. അത് മോട്ടറിൻ്റെ ഇൻലെറ്റും ഔട്ട്ലെറ്റും ആണ് കേട്ടോ ഗൈസ്. നമ്മുടെ ഇൻലെറ്റ് ഹോളും ഔട്ട്ലെറ്റ് ഹോളും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം എടുത്തു വെച്ച സിറിഞ്ചിൻ്റെ സൂചി എടുക്കുക. അതിൻ്റെ കവറാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ടത്. ഈ കവറ് ഈ വീഡിയോ കാണുന്ന പോലെ 2 പീസ് കട്ട് ചെയ്തെടുക്കുക. അതിൽ ആദ്യത്തെ പീസാണ് കേട്ടോ ഗൈസ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഇതേപോലെ ഒരു ഹോളിൽ ഇറക്കി വയ്ക്കുക. പശ ഉപയോഗിച്ച് ഒട്ടിക്കുക. പശ നന്നായിട്ട് കൊടുക്കണം, ഒരു രീതിയിൽ ലീക്ക് ഉണ്ടാവരുത്. ഇത് നമ്മുടെ 2ാമത്തെ സൂചിയാണ്, അതിൻ്റെ കവറാണിത്. അതും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇൻലെറ്റ് കണക്ട് ചെയ്യുക. ഗൈസ്, ഇൻലെറ്റിലേക്ക് നമ്മുടെ ഹോസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി പശ ഒഴിച്ച് കൊടുത്ത് ഒട്ടിച്ചെടുക്കണം. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഡ്രോൺ മോട്ടർ അകത്തേക്ക് സെറ്റ് ചെയ്യാം. ഡ്രോൺ മോട്ടർ നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ പയ്യെ അകത്തേക്ക് കയറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ആ വയർ പുറത്തേക്ക് എടുക്കണം. അതിനായിട്ട് വീഡിയോ കാണുന്ന പോലെ ഹോളിട്ട് എടുക്കുക.
ഹോളിട്ടെടുത്ത് വയറ് പുറത്തേക്ക് എടുത്തതിന് ശേഷം അവിടെ നന്നായി ഗ്ലൂ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ വെള്ളം അതിൻ്റെ അകത്തേക്ക് കയറും. അതായത് നമ്മുടെ ബാരലിൻ്റെ ഉള്ളിൽ കയറി മോട്ടറിൻ്റെ അകത്ത് കയറി ഷോർട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് ഗ്ലൂ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാരലിൻ്റെ അകത്തും നന്നായിട്ട് ഗ്ലൂ ചെയ്ത് കൊടുക്കുക. ഒരു രീതിയിലും വെള്ളം അകത്തേക്ക് കയറരുത്. ഗ്ലൂ ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ബാരലിൻ്റെ ബാക്കിൽ ഒരു അടപ്പിൻ്റെ ആവശ്യമുണ്ട്. പ്ലഞ്ചറിൻ്റെ ബാക്ക് സൈഡ് ഇതേപോലെ റൗണ്ടാക്കി എടുക്കുക. ബാരലിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് കയറിയിരിക്കാൻ പാകത്തിന് ഇതേപോലെ റൗണ്ടാക്കി എടുക്കുക. അതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്ക് സൈഡിൽ ഇതേ വീഡിയോ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കുക. ഒരു രീതിയിലും വെള്ളം അകത്തേക്ക് കയറാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഹലോ ഗൈസ്, നമ്മുടെ ഡ്രോൺ മോട്ടർ വാട്ടർ പമ്പ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾക്ക് ചെറിയൊരു പണിയും കൂടെ ഉണ്ട്. നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത ആ പീസിൻ്റെ അവിടെ ചെറിയൊരു ഹോളുണ്ട്. ആ ഹോള് അടച്ചുകൊടുക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത് ഗൈസ്. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതിനായിട്ട് ഇതേപോലെ വെള്ളം നിറച്ചെടുക്കുക. ഗൈസ്, സംഭവം കിടുക്കിയിട്ടാണ് കേട്ടോ ഗൈസ്. നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ 2 രീതിയിൽ നോക്കി. വലിയ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസാണ് നമുക്ക് തന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് എനിക്ക് പറ്റിയൊരു അബദ്ധം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അതിങ്ങനെ നോക്കി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് അടിച്ചുപോയി ഗൈസ്. അടിച്ചുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇതേപോലെ വെള്ളം കിട്ടും, പിന്നെ തന്നെ ഓഫായി പോവും. പിന്നെയും വെള്ളം കിട്ടും, പിന്നെയും തന്നെ ഓഫായി പോവും. സംഭവം ഡ്രോൺ മോട്ടർ ഞാൻ ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് നല്ല RPM കറങ്ങാൻ പറ്റുമല്ലോ. അപ്പോൾ അത്രയധികം ഫോഴ്സ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ അത്ര സക്സസ് അല്ല സംഭവം. നമുക്ക് നോർമൽ DC മോട്ടർ തന്നെ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്ററായിട്ട് എനിക്ക് തോന്നി. ഇത് കണ്ടോ, ഇപ്പം നിലവിൽ സാധനം അടിച്ചു പോയി. അതാണ് ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോണേ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ച അത്ര പെർഫോമൻസ് എന്തായാലും ഇതിന് കിട്ടിയിട്ടില്ല. കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകുന്നുണ്ടോ. ഞാൻ കുറേ നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടിച്ചു പോയി ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് താഴെ കമൻസിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഗൈസ്.